വചനസാക്ഷ്യമേകാൻ. ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചനസാക്ഷ്യമേകാൻ. ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ. ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർട്ട് ഓഫ് ഹെവൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിറഞ്ഞ സ്വാഗതം. ഒരുപാട് വിശേഷങ്ങൾ, വളരെ രസകരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഫ്രാൻസിസ് സാർ നമുക്ക് പറഞ്ഞു തന്നു. വീണ്ടും ഇന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാൻ സാറ് തന്നെ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. അറിവിന്റെ ലോകത്ത് ആയിരങ്ങൾക്ക് വെളിച്ചം പകർന്നു നൽകിയ അധ്യാപകൻ പ്രൊഫസർ KM ഫ്രാൻസിസ്. മണലൂർ താന്നിക്കൽ കോടങ്കണ്ടത്ത് KV മാത്യു ജെന്നി ദമ്പതികളുടെ 4 മക്കളിൽ മൂന്നാമനായി 1959 ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഡിഗ്രി വരെ തൃശൂർ സെയിന്റ് തോമസിൽ, തുടർന്ന് MA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായി. 22-ാം വയസ്സിൽ കൊല്ലം ഫാത്തിമ കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് 1982 മുതൽ 2015 വരെ തൃശൂർ സെയിന്റ് തോമസ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനായി ജോലി ചെയ്തു. 15-ാം വയസ്സിൽ കാത്തലിക് ആക്ഷനിൽ പ്രവർത്തിച്ചു തുടങ്ങി. 1982 കൊടൈക്കനാലിൽ നടന്ന ധ്യാനത്തിലൂടെ നവീകരണ അനുഭവത്തിലേക്ക് കടന്നുവന്നു. 1984 KCYM-ന്റെ രൂപതാ പ്രസിഡന്റായി. 1992 റോമിൽ 1 വർഷത്തോളം സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തി. 1994 മുതൽ 2014 വരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ തുടർച്ചയായി യുവാക്കൾക്ക് വേണ്ടി യേശു ഏകരക്ഷകനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി വന്നു. നിലവിൽ കേരള കാത്തലിക് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്, KCBCയുടെ ലെയ്റ്റി കമ്മീഷൻ സെക്രട്ടറി, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി അംഗം എന്നീ നിലകളിൽ സേവനം ചെയ്തു വരുന്നു. നവമാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയനായ ഇദ്ദേഹം KM ഫ്രാൻസിസ് എന്ന പേരിൽ തത്വശാസ്ത്രത്തെക്കുറിച്ചുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. മാക്സ് സിദ്ധാന്തങ്ങളുടെ വിമർശനാത്മകമായ പഠനം നടത്തി ശ്രദ്ധേയനായ പ്രൊഫസർ KM ഫ്രാൻസിസിന് ഗുഡ്നസ് ടിവിയുടെ ഹാർട്ട് ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഇങ്ങനെ നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ പ്രോഗ്രാം പനക്കലച്ചനോട് ചോദിക്കുക എന്നൊരു പ്രോഗ്രാം അല്ലേ? അതെ. അതെങ്ങനെയാ അതിന്റെ ഉത്ഭവം? അത് ഒരു 500 എപ്പിസോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചില ആൾക്കാർ എന്നോട് പ്രോബ്ലംസ് പറയും. അപ്പൊ എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് അച്ഛനോട് ചോദിക്കും. അപ്പൊ അച്ഛനോട് ഇവിടെ പേരൊക്കെ കുറച്ച് മാറ്റിയിട്ട് അച്ഛനോട് ചോദിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, അതൊക്കെ കാണുമ്പോഴേ രസകരമായിട്ട് സാർ അതിനെ അവതരിപ്പിക്കും. ഇന്ന ആള് ഇന്ന കത്ത് വായിക്കുന്നു, ഇന്ന ആള് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു പറഞ്ഞാൽ അച്ഛനെ എങ്ങോട്ട് കൊടുക്കും, അച്ഛൻ അതിന് മറുപടി കൊടുക്കുന്നു. അതിലുള്ള ആൾക്കാരൊക്കെ 100% ജെനുവിൻ പേഴ്സൺസ്. അങ്ങനെ ഒരു ദിവസം ഞാൻ കിഴക്കേക്കോട്ടയിലേക്ക് ഇറച്ചി വാങ്ങാൻ പോണ്. അപ്പൊ അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സാറ് ഈ കോഴിക്കോടുള്ള അന്തോണി ചേട്ടന്റെ വീട് എന്ന് പറഞ്ഞത് നമ്മുടെ ഫാത്തിമ നഗറിലുള്ള ഇന്ന ആളാണോ അസോസിയേറ്റ് ചെയ്തു. ഇത് കോഴിക്കോടുള്ള ആളാണെന്ന്. പക്ഷെ ആ ആളുടെ പ്രശ്നം ആളെന്നെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി സാർ എന്നെ കുറിച്ചാ പറഞ്ഞതെന്ന്. പക്ഷെ അത്രമാത്രം അവരത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഒരു വ്യക്തമാണ്. ആളുടെ പ്രശ്നം സോൾവ് ചെയ്തു. അച്ഛൻ പറഞ്ഞ പോലെ ആള് ചെയ്തു. ആളുടെ വീട്ടിലുണ്ടായിരുന്ന പ്രശ്നം സോൾവ് ആയി. അങ്ങനെ അനേകം പേരുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയണത് ഒരു 10,000-2,000 മണിക്കൂർ ഞാനും അച്ഛനും പേഴ്സണലായിട്ട് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും. ഈ സംസാരത്തിലൂടെ ഒക്കെ സൂത്രത്തില് എന്റെ പ്രശ്നം ഞാൻ അവതരിപ്പിച്ച് ഞാൻ സോൾവ് ചെയ്ത് വരുന്നു. അപ്പോ ആ പ്രോഗ്രാമിന് എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണെന്ന്. അതായത് എന്റെ ഓരോ മൈന്യൂട്ട് പ്രശ്നങ്ങളും അതിലൂടെ ഞാൻ ചോദിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ പേരിലൂടെ ചോദിക്കും. ഞാൻ നേരിട്ടും പറയാം അച്ഛനോട്, അച്ഛൻ എനിക്ക് എന്റെ പ്രശ്നമുണ്ട്, എനിക്ക് അതില് നാണല്ലേ.
കാരണം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഇത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ തുറന്ന് നമ്മൾ എന്താന്ന് കാണിക്കാനൊരു ബുദ്ധിമുട്ട് അല്ലേ? കാരണം ഇപ്പൊ എന്റെ സുഹൃത്താണ് ഈ ജെറുസലേമിലെ പട്ടത്തച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ എനിക്ക് ആക്സസിബിലിറ്റി ഉണ്ട് ഇവിടേക്ക് വരണേക്കാട്ടിലും. അപ്പൊ അച്ഛന്റെ അടുത്ത് പോയിട്ട് ഞാൻ നിരന്തരം കുമ്പസാരിക്കും പട്ടത്തച്ഛന്റെ അടുത്ത്, അച്ഛന്റെ അടുത്ത്. കാരണം എന്റെ വീടിന്റെ അടുത്താണ്, എനിക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോ കുമ്പസാരിക്കുമ്പോ എന്നോട് വൈഫ് എന്നെ ചോദിക്കും എങ്ങനെയാണ് ഇത്ര സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന ആൾക്കാരോട് എങ്ങനെ ചോദിക്കാം. നമുക്ക് തെറ്റ് പറയണ്ടേ, പക്ഷെ എനിക്ക് അത് ഒരു കർത്താവാണ് ഇരിക്കുന്നതെന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ. പനക്കലച്ചനെ കുറിച്ച് സാറ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സാറിനെ കുറിച്ച് പനക്കലച്ചൻ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. പ്രൊഫസർ ഫ്രാൻസിസ് സാറിനെ എല്ലാവരുടെയും മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ പ്രൊഫസറാണ് ഫ്രാൻസിസ് സാർ. തൻ്റെ ജോലിയുടെ ഇടയിൽ തന്നെ വചനം പ്രസംഗിക്കുന്നതിൽ സമയം കണ്ടെത്തുകയും സമയം കിട്ടുമ്പോഴൊക്കെ ഡിവൈനിൽ വന്ന് ധ്യാനത്തിന് സഹായിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ സുവിശേഷ വേലയിൽ വളരെ സജീവമായ സാന്നിധ്യം നൽകിയിട്ടുള്ള ഫ്രാൻസിസ് സാറ് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി കൊണ്ട് തന്നെ ഒട്ടേറെ പേരെ അദ്ദേഹത്തിന് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര ഗഹനമായ വിഷയങ്ങളെയും ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായി അവതരിപ്പിക്കുവാൻ ഫ്രാൻസിസ് സാറിന് പ്രത്യേകമായ ഒരു സിദ്ധിയുണ്ട്. ഞാനുമായി വളരെയധികം അടുത്ത് ഒരുമിച്ച് ദൈവശുശ്രൂഷ ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ടി വിയിലുള്ള ചില കൗൺസിലിംഗ് പരിപാടികൾ, അതിനെല്ലാം എന്നെ സഹായിക്കുകയും ആ പ്രോഗ്രാം വളരെ മനോഹരമായ വിധത്തിൽ ചെയ്യുവാനും അതുപോലെ തന്നെ അതിൻ്റെ അവതരണ രീതിയും അതുപോലെ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊടുക്കുവാനും ഫ്രാൻസിസ് സാറിൻ്റെ കഴിവ് എടുത്തു പറയത്തക്ക ഒന്നാണ്. ആ പ്രോഗ്രാമിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഫ്രാൻസിസ് സാറിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ദൈവം കൊടുത്ത വരങ്ങളും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് സാറിനെ ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേല ഇനിയും പല മേഖലയിലേക്ക് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് മാർപ്പാപ്പമാരുടെ ഒത്തിരി ചാക്രിക ലേഖനങ്ങൾ വളരെ ലളിതമായ വിധത്തിൽ ആളുകളെ പഠിപ്പിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും ഫ്രാൻസിസ് സാർ ചെയ്യുന്ന പ്രയത്നം പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. എല്ലാത്തിനും പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയുകയാണ്. സഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഴുത്തിൻ്റെ മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? എഴുത്തിൻ്റെ മേഖലയിൽ ഞാൻ ആദ്യം നിരന്തരം ഈ സഭാപ്രസിദ്ധീകരണങ്ങൾക്ക് ലേഖനം എഴുതി കൊടുത്തിരുന്നു. ഈ 1987 ഞാൻ ഒരു ബുക്ക് ഇറക്കണം, മാർക്സിസത്തിൻ്റെ ത്വാത്വിക അടിത്തറകൾ. അതിൽ ആദ്യം ഇറക്കുന്ന ബുക്ക്. അത് സെമിനാരികളിലും നമ്മുടെ ഇതുകളിലൊക്കെ അവർ പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന അന്നത്തെ ടെക്സ്റ്റാണ്. ഒരു 10-60 വയസ്സായിട്ടുള്ള ഈ കടിച്ചേരച്ചനെ പോലത്തെ അച്ഛന്മാരില്ലേ, അവരൊക്കെ കയ്യിൽ ഇപ്പോഴും അതിന്റെ കോപ്പി ഇരിക്കുന്നുണ്ട്. രണ്ടാമത് ഞാൻ പുസ്തകം ഇറക്കുന്നത്
ആ ഒരു പുസ്തകമൊക്കെ എഴുതാൻ എത്രമാത്രം സമയം എടുത്തിട്ടുണ്ടാവും? മീൻസ് അതിനു വേണ്ട ഓരോ ഘട്ടങ്ങളും. അത് എനിക്ക് ഞാൻ ഇങ്ങനെ ഓരോ ലേഖനങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കണ്ടല്ലോ ഓരോ മാസികൾക്ക്. അപ്പൊ അതിലൂടെ ഒരു ട്രെയിനിങ് വരുന്നുണ്ട്. അത് പിന്നെ സെഡിമെന്റ് ചെയ്തിട്ട് ബുക്കായിട്ട് കൊടുക്കണം ചെയ്യും. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തത് ഡിവൈനിലെ ധ്യാനം കൂടിയതിന് ശേഷം ഈ ധ്യാനത്തിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണുള്ളത്, ആക്ച്വലി എന്താണ് ഇതിലത്തെ പോസിറ്റീവ് സൈഡ് എന്നുള്ള ഒരു പുസ്തകം എഴുതി. അതിന്റെ പേരാണ് തിരിച്ചുവരവ്. അതിവിടെ 5000 കോപ്പി ചെലവായി ഡിവൈനില്. പിന്നെ ഞാൻ അത് വായിച്ചാൽ ഒരു 10-25 വയസ്സുള്ള ആളെ ആത്മാർത്ഥമായിട്ട് വായിച്ചാൽ അവന് മാനസാന്തരം ഉണ്ടാവും. എനിക്കൊന്ന് വായിച്ചു നോക്കണം. പക്ഷെ ആ ബുക്ക് ഇപ്പൊ ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. അപ്പൊ അച്ഛൻ അപ്പൊ എങ്ങനെയാണ് ഈ ആന്തരിക സൗഖ്യ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്, അച്ഛന്റെ ക്ലാസ്സുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോണത്. നമ്മളൊരു ധ്യാനം കൂടുന്നതിന് മുമ്പ് ആ ഒരു ബുക്ക് വായിച്ചിരുന്ന എനിക്ക് തോന്നുന്നു കറക്റ്റ് നമുക്കൊന്ന് എന്താണ് ധ്യാനം എന്ന് നമുക്കറിയാം, അറിയാൻ പറ്റും. നമുക്ക് തീക്ഷ്ണമായിട്ട് അതാണ് പിന്നെ ഒരു ബുക്ക്. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ഞാൻ 3 കൊല്ലം മുൻപ് എഴുതിയതാണ്. അത് സ്നേഹത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ലേഖനമുണ്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പ. അതായത് കുടുംബം എന്ന് പറയുന്നത് സ്നേഹിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്നാണ്. സ്നേഹ സന്ദേശം ബുക്കിന്റെ പേരെന്താ? സ്നേഹത്തിന്റെ സന്തോഷം. സന്തോഷം. അപ്പൊ എന്തിനാണ് കല്യാണം കഴിച്ചത് എന്നുള്ള സ്നേഹിക്കുക, അത് മാത്രമേ ഉള്ളൂ, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന അച്ഛന്മാരോട് പറയും, നിങ്ങൾ സൂക്ഷിക്കണം, അല്ല ഒരു അവസരമില്ലേ, എനിക്ക് സ്നേഹിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ സ്നേഹിച്ചേ തീരൂ, ഞാൻ നിർബന്ധിതനാണെന്ന്. സ്നേഹിക്കാൻ നിർബന്ധിതനാണ്. അപ്പൊ ആ തടവറ, കുടുംബം എന്ന തടവറ എനിക്കൊരു സന്തോഷം തരുന്നത് ഈ ഓപ്പർച്യൂണിറ്റി. ഞാൻ അതിലത്തെ 10 അധ്യായങ്ങളെ കുറിച്ചൊരു വ്യാഖ്യാനം എഴുതി. എന്നിട്ട് എഴുത്തിന്റെ അപൂർണത എന്നാണ് ആ ടെക്സ്റ്റിന്റെ പേര്. അത് ത്വാത്വികമാണ് അതില് അതിന്റെ ആമുഖം. അതിന് KCBC ഒരു ദാർശനിക ഗ്രന്ഥത്തിനുള്ള അവാർഡൊക്കെ തന്നു. അത് ടഫാണ് ആ ബുക്ക്. പക്ഷെ ഈ 10 അധ്യായങ്ങളെ ബേസ് ചെയ്തിട്ട് തൃശ്ശൂർ രൂപത 80 എപ്പിസോഡ് കുടുംബത്തെ കുറിച്ച് ഇത് ചെയ്ത് ടെലികാസ്റ്റ്. അത് തൃശ്ശൂർ രൂപതയാണ് അത് ചെയ്തത്. അതിന്റെ ടോപ്പ് ടു ബോട്ടം കണ്ടന്റ് ചെയ്യണത് ഞാനാണ്. ഇതിൽ നിന്നാണ് ഞാനാണ് അവർക്ക് അവരെ ഈ ഗ്രൂപ്പിന് ഇരുത്തും, അവരായിട്ട് സംസാരിക്കൂ. ഔട്ട് ഓഫ് അവര് കപ്പാസിറ്റി ഉള്ളവരാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മനസ്സിലാവണം. സാറിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ അറിയണമെന്ന് എനിക്ക് ശരിക്ക് വിവാഹ ജീവിതം എന്ന് പറയുന്നത്, എനിക്ക് അച്ഛനാവാൻ മോഹമുണ്ട്. ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല, ഇപ്പൊ ഇനി അച്ഛനാവാൻ പറ്റില്ല. അങ്ങനെ ആ മോഹം ഉണ്ടായിരുന്നിട്ട്, പക്ഷെ എനിക്കറിയാം ഒരു അച്ഛനാവണമെങ്കിൽ ചില ക്വാളിറ്റീസ് ഉണ്ടായാലും അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുമ്പോഴും അത് വേറെയാണ്. രണ്ടും ഒരേ ഒരു ദൈവവിളി ഉള്ളതെന്നാണ് ഞാൻ പറയാ. അത് സ്നേഹിക്കാനുള്ള വിളി, രണ്ടും ഒരു വിളി തന്നെയാണ്, ഒരൊറ്റ വിളിയുള്ള. അതായത് പത്രോസിനോട് ചോദിക്കില്ലേ, ഇത് പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നു, ദിസ് ഈസ് ദ ഓൺലി വൊക്കേഷൻ. അതെ, അതിന്റെ ഏത് ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ ഇതാണ്. അപ്പൊ 25 വയസ്സായപ്പോ ഞാൻ തീരുമാനിച്ചു കല്യാണം കഴിക്കാന്ന്. എന്നിട്ട് എല്ലാ നോമ്പിലും സാധാരണ ആൾക്കാർ 50 ദിവസം നോമ്പ് എടുക്കുമ്പോ ഞാൻ 100 ദിവസം നോമ്പ് എടുക്കുള്ളൂ. അതായത് നിങ്ങളൊക്കെ 50 ദിവസം കഴിഞ്ഞാൽ നിർത്തിയില്ല. എന്നിട്ട് ഞാൻ ഒരു 50 ദിവസം കൂടി എടുക്കും. നല്ല ഭാര്യയെ കിട്ടാൻ വേണ്ടിട്ട്. അത് ശരി. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു നോമ്പിന്റെ ഇത് കൂട്ടേണ്ടി വരുമായിരിക്കും. അല്ല, അത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മൾ എന്തിനും പ്രാർത്ഥിച്ചൊരുങ്ങണം എന്ന് പറയുന്ന ഒരു അല്ല, അതായത് അങ്ങനെയുള്ള ചില റിസ്കി ചോയ്സുകൾ നമ്മൾ എടുത്താല് നമുക്ക് പരിശുദ്ധാത്മാവ് വരുള്ളൂ എന്ന് ഞാൻ പറയാ. എന്നിട്ട് സാറിന് അതിന് കിട്ടിയ അപ്പൊ അങ്ങനെ കൂടുതലും മക്കളുള്ള കുടുംബത്തിൽ നിന്ന് വേണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിച്ചത് സാർ? അതായത് കൂടുതലും മക്കളുണ്ടായി കഴിഞ്ഞാൽ അവരിൽ സോഷ്യൽ സ്വഭാവം കൂടുതലുണ്ടാവുന്ന, അങ്ങനെയാണ് ആ മാനദണ്ഡം അല്ലേ? ഓക്കെ. അങ്ങനെ കാരണം ഒരു കുട്ടിയാവുമ്പോ അവനെല്ലാം കിട്ടണം.
അപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ 4 കുട്ടികളുണ്ട്. അവരുടെ ആഗ്രഹങ്ങളൊന്നും ഞാൻ പൂർത്തീകരിച്ച് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ പറ്റില്ല. സാറ് 4 മക്കളാണ്. 4 മക്കളുണ്ട്. അവരെ 3 ആളുടെ കല്യാണം കഴിഞ്ഞു. അവരിൽ ഇപ്പോൾ 6 പേരക്കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കുട്ടികളുള്ളത് കൊണ്ട് എന്താ പ്രശ്നം വെച്ചാൽ അവർ ചോദിക്കുന്നൊന്നും വാങ്ങി കൊടുക്കാൻ പറ്റില്ലേ. അവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിൽ ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് ഞാൻ പറയണത്. അങ്ങനെ ഞാൻ വിവാഹം കഴിച്ചു. അപ്പൊ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ്. അപ്പൊ നീ ജോലിക്ക് പോയാൽ ശരിയാവില്ലേ. അപ്പോ അവള് ജോലിക്ക് പോയില്ല, കുട്ടികളെ നോക്കും. പക്ഷെ പല കാര്യങ്ങളിലും എൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാല് ഈ താത്വികമായി പോകുന്നവരുടെ പ്രശ്നം പേഴ്സണൽ സ്പിരിച്വാലിറ്റി കുറയും. അപ്പൊ എനിക്ക് ഞായറാഴ്ച കുർബാന കാണണമെന്ന് നിർബന്ധമുള്ള, എന്നും കുർബാന കാണണമെന്ന് നിർബന്ധമില്ലേ. പിന്നെ അപ്പോൾ വൈഫിന് എങ്ങനെയാണെന്ന് വെച്ചാല് എല്ലാ ദിവസവും കുർബാന കാണണം. വിശുദ്ധ കുർബാന അത്രയും കൂടുതൽ കാണണം. ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥന എത്തിക്കണം. എനിക്കിപ്പോ ഒരു ദിവസം പ്രാർത്ഥന എത്തിച്ചില്ലെങ്കിൽ അതൊന്നും ദൈവം കണക്കാക്കില്ല എന്ന് പറയേണ്ട ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ കാര്യമൊക്കെ ദൈവത്തിന് അറിയാലോ. അപ്പോ വൈഫ് പ്രാർത്ഥന എത്തിക്കണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ പ്രാർത്ഥന എത്തിക്കാണ്ടിരിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂലേ. നമ്മൾ ആഗ്രഹിച്ചാലും അങ്ങനെ ഉണ്ടാകും. അല്ല, അത് ദൈവം തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഡ്രോബാക്ക് നമുക്ക് ഉണ്ടാവുമ്പോ മറ്റൊരാളിലൂടെ അത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് എനിക്ക് അനേകം പരിമിതികളുണ്ട്. ആ പരിമിതികള് അപ്പോ എനിക്ക് ആദ്യമൊക്കെ തോന്നിയിരുന്നത് ഇതൊക്കെ എനിക്ക് എതിരാണെന്നാണ്. എനിക്കിഷ്ടമില്ലാത്ത അവളുടെ ബിഹേവിയർ മുഴുവൻ എനിക്ക് എതിരാണെന്നാണ് തോന്നിയിരുന്നത്. പക്ഷേ കൊല്ലം കഴിയും തോറും എനിക്ക് മനസ്സിലായി വരുന്നത് അവള് എന്നോട് കാണിച്ച ചില നെഗറ്റീവ് കാര്യങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര വളർച്ച ഇങ്ങനെ ആകില്ല. നമ്മളും തിരുത്തലുകള് നമ്മുടെ ജീവിതത്തിൽ വരും അല്ലേ. ഒരു നല്ല മനുഷ്യനാവാൻ നമ്മൾ എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ പ്രവർത്തിക്കണം? സാറിന് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ? അതായത് ഞാൻ ഇടയിൽ വെച്ച് പറഞ്ഞു, സ്നേഹിക്കുക എന്നത് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ഒരു വിളിയുള്ളത്. അതിനെ കൊച്ചു അവസരങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ വീടിന് അടുത്ത് സ്നേഹിക്കാൻ ഒരു അവസരം കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു ഓട്ടോറിക്ഷക്കാരൻ വണ്ടി കയറ്റാൻ പറ്റാണ്ട് നിൽക്കണം, അവനൊന്ന് ഉന്തി കൊടുത്താൽ ആ സമയത്ത് നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോരുതെന്ന്. അല്ലെങ്കിൽ 2 കുട്ടികൾ ഇടികൂടാണ്, അപ്പോൾ ചെയ്യല്ലടാ. അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളിൽ നന്മ ചെയ്ത് വരിക. അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ള ഒരാൾക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, സഹായിക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ നല്ല സമരിയക്കാരൻ്റെ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മളെല്ലാവരും അപ്പോൾ എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മൾ ആരാധിച്ചാലും ആരാധനയുടെയും ഫുൾഫിൽമെന്റിൽ എത്തണമെങ്കിൽ നിന്റെ അയൽക്കാരൻ്റെ ആവശ്യത്തിൽ നിനക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുന്നു നീ എല്ലാ ദിവസവും ധ്യാനിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ സഹോദരന്മാരിൽ ദൈവത്തെ കാണാൻ നമുക്ക് സാധിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടി എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ പുസ്തകം എഴുതുന്നതും പ്രസംഗം പറയണതും എല്ലാം അംഗീകാരത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ ആഗ്രഹത്തെ മറികടക്കാൻ പറ്റണത് ഞാൻ അയോഗ്യനായ ദാസൻ അങ്ങ് കൽപ്പിച്ചതാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങ് എന്നോട് കാണിച്ച സ്നേഹത്തിന്റെ ഒരു പ്രത്യുത്തരം. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് എന്താണ് പകരം നൽകാൻ നമുക്ക് സാധിക്കും. ആ പകരം നൽകുക ദൈവത്തിനല്ല, പകരം നൽകേണ്ടത് സഹോദരങ്ങളിലാണ്. നിങ്ങളുടെ ബന്ധുമിത്രാദികള് അവരായിട്ടുള്ള എല്ലാ വഴക്കും തീർക്കണം. ക്രിസ്തു പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. ഇതിലപ്പുറം വേറൊന്നുമില്ല. അതിനുള്ള ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിച്ച് കിട്ടിയാൽ ഉടൻ അത് ആക്ട് ചെയ്യുക. അതാണ് അപ്പസ്തോല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് പ്രേക്ഷകരോട്. താങ്ക് യു സാറേ.
സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ പോലുള്ള ചിന്തകളിൽ നമ്മുടെ മനുഷ്യരിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നന്നായി പോകും. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും സാറിൻ്റെ അടുത്ത് നിന്ന്. മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള കടമകൾ എങ്ങനെയായിരിക്കണം അവരെ വളർത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, സഹോദരങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ഒരു എന്താണ് കുംഭസാരത്തിൻ്റെ പ്രാധാന്യം, തെറ്റുകളെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്, അത് തിരുത്താനുള്ള ഒരു മനസ്സ്, അനുദപിക്കുന്ന ഒരു മനസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ ഒരു കുന്ന് അറിവുകൾ തന്നെയാണ് ഞങ്ങൾക്ക് സാറിന്റെ അടുത്തുനിന്ന്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതൊരു വലിയ തീർച്ചയായും അനുഗ്രഹമായിരിക്കും സാറ്. എത്രയും സമയം സാർ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അത് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഒരുപാട് അത് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് മനസ്സുകളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് സാറിന് സാധിക്കട്ടെ. നല്ല മനുഷ്യരാക്കാൻ സാറിന് പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിന്റെ കൃപ ഇന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഫ്രാൻസിസ് സാറിനെ കാണാനും അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കാനുമായി ഈ വേദിയിലേക്ക് നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഡിവൈൻ റിട്രീറ്റ് സെന്ററിന്റെ സുപ്പീരിയറായ റെവറൻഡ് ഡോക്ടർ ഫിലിപ്പ് നെടുന്തുരുത്തി. പ്രിയപ്പെട്ട അച്ഛാ, ഫ്രാൻസിസ് സാറിനെ കുറിച്ച് അച്ഛനോട് കൂടുതലായിട്ടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അച്ഛനും ഫ്രാൻസിസ് സാറും അത്ര പ്രിയപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. അച്ഛൻ എന്നാലും പ്രേക്ഷകർക്കായിട്ട് സാറിനെ കുറിച്ച് എന്താണ് ഒന്ന് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടിവിയുടെ ഹാർട്ട് ഓഫ് ഹെവൻ എന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് അതിഥിയായിട്ട് കടന്നു വന്നത് പ്രൊഫസർ KM ഫ്രാൻസിസ് ആണ്. അദ്ദേഹത്തെ കേരള കത്തോലിക്ക സഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരള കത്തോലിക്ക സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രൊഫസർ KM ഫ്രാൻസിസ്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പളായിട്ടും എക്കണോമിക്സ് വിഭാഗത്തിൻ്റെ ഹെഡായിട്ടും സേവനം ചെയ്ത് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം 1998 മുതൽ 2013 വരെ ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിലെ ഒരു സ്ഥിരമായ സാന്നിധ്യമായിരുന്നു. ഇവിടുത്തെ യേശു ഏകരക്ഷകൻ എന്നുള്ള ഒരു വിഷയം ധ്യാനിക്കാൻ വന്നവർക്ക് ഏറ്റവും മനസ്സിലാകുന്ന വിധത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്ന ഒരു പ്രഭാഷകനായിരുന്നു അദ്ദേഹം. കേരള കത്തോലിക്ക സഭയിൽ നിരവധിയായ തസ്തികകളിൽ സേവനം ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അതിനെക്കുറിച്ച് ആരംഭത്തിൽ അഭിമന്യ പിതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന് 4 മക്കളാണുള്ളത്. 3 പെൺമക്കളും കല്യാണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കൂട്ടുകുടുംബമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, അതെ, അദ്ദേഹത്തിന് 6 പേരക്കുട്ടികൾ ഇപ്പോഴുണ്ട്, അവരും അദ്ദേഹത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഒരു കുട്ടിയെ കൂടി ഇപ്പോൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇനിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ധാരാളം അംഗങ്ങൾ കടന്നു വരട്ടെ എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും കൂടുതൽ അംഗങ്ങൾ ആ കുടുംബത്തിലേക്ക് കടന്നു വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. യൂട്യൂബിലൂടെ ഏകദേശം 60ഓളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ അടുത്ത കാലത്ത് ഇറക്കിയ 1-2 എണ്ണം കേൾക്കാനായിട്ട് എനിക്ക് ഇടയായി. അപ്പോൾ എനിക്ക് വ്യക്തമായ ഒരു കാര്യം, സാധാരണക്കാരായ ആളുകൾക്ക് ഗഹനമായ വിഷയങ്ങൾ വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനും മനസ്സിലാക്കി കൊടുക്കുന്നതിനും അദ്ദേഹത്തിന് സാധിക്കുന്നു. അതിനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. തൻ്റെ കഴിവുകളൊക്കെ
സഭയുടെ വളർച്ചയ്ക്കും സഭാംഗങ്ങളുടെ നന്മയ്ക്കും വേണ്ടി വിനിയോഗിക്കുന്നതിനായിട്ടാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ 2 മേജർ സെമിനാരികളിൽ അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട്. വടവാതൂർ അപ്പസ്തോലിക് സെമിനാരിയിലും തൃശ്ശൂർ മേരിമാതാ സെമിനാരിയിലും. വടവാതൂർ സെമിനാരിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഹേഗലിനെ കുറിച്ചും മാർക്സിസത്തെക്കുറിച്ചുമൊക്കെയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, ഫിലോസഫി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും മനസ്സിലാക്കാനായിട്ട് വിഷമമുള്ള ഒരു ഫിലോസഫറായിരുന്നു ഹേഗൽ. അദ്ദേഹം ഹേഗലിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദരവ് എനിക്ക് കൂടുതലായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മേരിമാതാ സെമിനാരിയിൽ സഭയുടെ സാമൂഹിക പഠനങ്ങളെക്കുറിച്ചും അദ്ദേഹം സെമിനാരിക്കാർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സഭയുടെ നാനാതുറകളിൽ സഭയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രൊഫസർ KM ഫ്രാൻസിസ്. അദ്ദേഹത്തെ നമുക്ക് പ്രത്യേകമായിട്ടും ഗുഡ്നസ് TVക്ക് ഇന്ന് അതിഥിയായി കിട്ടിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇനിയും തൻ്റെ പ്രവർത്തനങ്ങൾ സഭാംഗങ്ങളുടെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി വിനിയോഗിക്കുന്നതിനുള്ള അനുഗ്രഹവും കൃപയും ദൈവം സമൃദ്ധമായിട്ട് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഗുഡ്നസ് TVയുടെ പേരിൽ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ടും ഈ വേദിയിലേക്ക് കടന്നു വന്നതിനും നമ്മെ തൻ്റെ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നരാക്കിയതിനും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛാ. തീർച്ചയായിട്ടും നമ്മുടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു, ഫ്രാൻസിസ് സാറിന് പറഞ്ഞ വാക്കുകളും കേട്ടു. ഫ്രാൻസിസ് സാറിൻ്റെ ജീവിതവും അനുഭവങ്ങളും എല്ലാം നമ്മളും ഉൾക്കൊള്ളേണ്ട ഒരു പാഠം അതിലുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അത് നേടിയെടുക്കാൻ സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും മുന്നോട്ട് വരണം. ദൈവത്തിൻ്റെ കൃപ നമ്മളോടൊപ്പം എല്ലാവരോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടാതെ നമുക്കാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ട സാറിനെ ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, അനേക ജീവിതങ്ങളെ നേടിയെടുക്കുവാൻ പ്രാപ്തമാക്കിയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്ന് നിറയേണ്ട കാലഘട്ടമാണ്. അതിനാൽ നമുക്ക് ഒന്നുചേർന്ന് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. ഹാർട്ട് ഓഫ് ഹെവനിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.